ഇന്നത്തെ നമ്മുടെ പച്ചരിയും പാലും കൊണ്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റിയെടുക്കണം കേട്ടോ. ഇത് കുതിർക്കുന്നൊന്നുമില്ല. പച്ചരി കൊണ്ടുള്ള നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ആദ്യം ഒന്ന് കുതിർത്തെടുക്കും അല്ലേ. എന്നാൽ ഇത് കുതിർക്കുന്നൊന്നുമില്ല കേട്ടോ. നേരിട്ട് അങ്ങോട്ട് കഴുകി ഊറ്റിയെടുത്തതാണ്. ഒരു 15 മിനിറ്റോളം വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുക. അതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലെത്ര നമ്മളങ്ങനെ വെച്ചാലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് അതിനടിയിൽ ഇങ്ങനെ പോയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ അടിയിൽ ഒട്ടിപ്പിടിച്ചത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി വെച്ചിട്ട് അരിയുണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, ഇതുപോലെ വറുത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിമണി വറുത്തെടുക്കുമ്പോൾ നല്ല പോലെ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വറുത്തെടുക്കാറുണ്ടല്ലേ. അപ്പം അത്രയൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ പച്ചരി ആയതുകൊണ്ട് തന്നെ ആ ഒരു വറുത്ത സ്മെല്ല് കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ തന്നെ മതി. അപ്പോൾ കളറൊന്നും മാറി വരുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു മഞ്ഞ നിറാവുന്നവരെ കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് തന്നെ 1/2 ഗ്ലാസ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്ലാസ്സിനാണല്ലോ പച്ചരി അളന്നെടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. രണ്ടും ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ചൂട് പോയി കഴിഞ്ഞാൽ പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നല്ല പോലെ പൊടിച്ചിട്ടുണ്ട്. പൊടിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. എന്നിട്ടിത് നമുക്കിത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം കുറച്ച് തരിയൊക്കെ ഉണ്ടാവില്ല, അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് വീണ്ടും നമുക്ക് അരിച്ചെടുക്കാം. നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇടയിൽ അരിയൊക്കെ അതുപോലെ ചിലപ്പോൾ കിടക്കുന്നുണ്ടെങ്കിലോ. അപ്പോൾ ഇതാ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും നമുക്കിതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള പാനിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത ഗ്ലാസ് ഇല്ലേ, അതിന് 1/2 ഗ്ലാസ്സാണ് കേട്ടോ പച്ചരി എടുത്ത ഗ്ലാസ്സിന്. എന്നിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വെക്കുക. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ പഞ്ചസാര മെൽറ്റായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്തൊന്നും ഇളക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെക്കരുത് കേട്ടോ, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ചെറിയ തീ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇതൊന്ന് അലിഞ്ഞു വരും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ഒരു പഞ്ചസാര കപ്പൊന്ന് കട്ട പിടിക്കും നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് ആ കട്ടയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് ചേർക്കുന്ന സമയത്ത് അത് ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് എന്താണെന്നൊന്നും വിചാരിക്കണ്ട. ഇതുപോലെ ഇളക്കി കൊടുത്താൽ തന്നെ ആ കട്ടയൊക്കെ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കണ്ടോ, ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇളക്കുക. അപ്പോഴാണ് ഒന്നും കൂടെ കട്ടയൊക്കെ പോയി കിട്ടുക. ഇനി ഇതിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 കപ്പ് പാല്. 1 കപ്പ് പച്ചരിക്ക് 3 കപ്പ് പാലെടുക്കാം. പശുവിൻ പാൽ തന്നെയാണ് കേട്ടോ. പാല് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചരി ഇല്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ തിളപ്പിക്കാത്ത പാലാണ് എടുക്കുന്നതെങ്കിൽ പാല് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്തൊന്ന് ഇളക്കിയപ്പോൾ അധികം മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കുകയാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചരി ചേർക്കാം. പച്ചരി ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും, കട്ട പിടിക്കൊന്നുമില്ല. പച്ചരി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ആ തേങ്ങ ചിരവിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കൂട്ട് നമുക്ക് ഹൽവ പോലെ കുറുക്കി എടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പോലെ ഇത് തിക്കായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതായത് ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ വറുത്ത പച്ചരിയുടെ ടേസ്റ്റും ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്.
ഇത് കണ്ടോ, ഇതുപോലെ വറ്റി ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കട്ടയായതുകൊണ്ട് കറക്റ്റ് അളവ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് കേട്ടോ. ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ചേർക്കുമ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവറും മുന്നിട്ട് നിൽക്കും. എല്ലാം കൂടെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഹൽവയൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും വറുത്ത പച്ചരിയുടെ ടേസ്റ്റും പാലും പിന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും ഒക്കെ കൂടെ വന്നപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്